മലപ്പുറം നന്നമ്പ്രയിൽ കാർ യാത്രക്കാരെ ആക്രമിച്ച് 2 കോടി കവർന്ന സംഭവത്തിൽ പണം നഷ്ടപ്പെട്ട തെന്നല അറക്കൽ സ്വദേശി മുഹമ്മദ് ഹനീഫിന്റെ വീട്ടിലെത്തി പോലീസ് മൊഴിയെടുക്കുകയാണ്. താനൂർ ഡിവൈഎസ്പി നേരിട്ടെത്തിയാണ് മൊഴിയെടുക്കുന്നത്. വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്നുണ്ട് വിവരങ്ങളുമായി. വിപിൻ, ഈ പണം നഷ്ടപ്പെട്ട, അതായത് കോടികൾ കവർന്ന സംഭവമാണ്. അതിൽ ഈ അറക്കൽ സ്വദേശി മുഹമ്മദ് ഹനീഫിന്റെ വീട്ടിൽ ഇപ്പോൾ പോലീസ് മൊഴിയെടുക്കുകയാണോ? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മൊഴിയെടുക്കൽ പൂർത്തിയായിരിക്കുന്നു. ഇന്നലെ രാത്രി 10 മണിക്കാണ് നാടിന് നടുക്കിയ ഒരു കവർച്ച നടന്നത്. കാരണം തെയ്യാലിങ്ങൽ എന്നുള്ള സ്ഥലത്ത് വെച്ച് ഈ കാറിൽ യാത്ര ചെയ്യുകയായിരുന്ന മുഹമ്മദ് ഹനീഫ്, മുഹമ്മദ് അഷറഫ് എന്നിവരിൽ നിന്നാണ് ഈ പണം കവർന്നത്. എതിരെ വന്നിട്ടുള്ള ഒരു നീല കാറിൽ എത്തിയിട്ടുള്ള ഒരു 4 അംഗ സംഘം പെട്ടെന്ന് തന്നെ വാഹനം നിർത്തുകയും അതിൽ നിന്ന് മാരകായുധങ്ങളുമായി ഇറങ്ങി വന്ന് ഇവർ സഞ്ചരിച്ചിരുന്ന, ഹനീഫ സഞ്ചരിച്ചിരുന്ന കാർ അടിച്ചു തകർക്കുകയും അതിലുണ്ടായിരുന്ന 2 കോടി രൂപ കവർച്ച നടത്തുകയുമായിരുന്നു. ഇത് ഒരു സ്ഥലം വിറ്റ പണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ മൊഴി കൊടുത്തിരിക്കുന്നത്. സ്ഥലം വിറ്റ പണവുമായി വരികയായിരുന്നു. ഈ സമയത്താണ് അത് കവരുന്നതിന് വേണ്ടി ഈ സംഘം എത്തുകയും കവർച്ച നടത്തുകയും ചെയ്തിരുന്നത്. ഹോക്കി സ്റ്റിക്ക് ഉൾപ്പെടെയുള്ളവയുമായിട്ടാണ് ഈ ഒരു സംഘം എത്തിയത്. അതായത് കൃത്യമായ ഒരു ആസൂത്രണത്തോടു കൂടിയുള്ള ഒരു കവർച്ച എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ നടന്നിട്ടുള്ളത്. കൊടിഞ്ഞി ഭാഗത്തേക്കാണ് ഈ അക്രമി സംഘം പോവുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ താനൂർ ഡിവൈഎസ്പി നേരിട്ടെത്തി ഹനീഫയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ അക്രമി സംഘം വന്ന ഒരു അക്രമം നടത്തിയതിൽ ഹനീഫയുടെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. വാഹനം ഓടിച്ചിരുന്നത് അഷ്റഫാണ് എന്നുള്ളതും വ്യക്തമായിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ പരിശോധനകൾ, അന്വേഷണം ഊർജിതമായി തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ജി.കെ. ശരി, വിവരങ്ങൾ നൽകിയത് വിപിൻ സി വിജയനാണ് മലപ്പുറത്ത് നിന്ന്. മറ്റു